ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 6 മണിക്കൂർ കുതിർത്ത് വെച്ച കടല ഉപ്പിട്ട് വേവിച്ച് വെച്ചതാണ്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നല്ല അരഞ്ഞു പോകരുത്, ഒന്നും ഇങ്ങോട്ട് കറക്കിയെടുക്കേ പാടുള്ളൂ. അപ്പോൾ അതാ നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അതാ നമ്മൾ ക്രഷ് ചെയ്തെടുത്ത കടല ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള ഇതുപോലെ കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതുപോലെ ഞാനിവിടെ 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നമുക്ക് ഇതിൽ മാറ്റം വരുത്താം. കുറച്ച് കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം, 1 ടീസ്പൂൺ ചിക്കൻ മസാല. പിന്നെ ഉപ്പ് പാകമാണോ നോക്കിയിട്ട് നമുക്കിനി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ കടല വേവിക്കുമ്പോൾ ഉപ്പിട്ടതാണ്. പിന്നെ ഉപ്പ് വേണമെന്ന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒരുപാട് ഉപ്പാവും. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ ചാറ്റ് മസാല കൂടി ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വടയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതുണ്ടെങ്കിൽ ഇട്ടോളൂ. നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നന്നായി കുഴച്ചിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ പാകത്തിനാണ്. ഇത് നമുക്ക് ചെറിയ ഉരുളകളാക്കിയിട്ട് ഉരുട്ടി വയ്ക്കാം. അപ്പം അധികം വലിപ്പം വേണ്ട, ചെറിയ ഉരുളകളാക്കിയിട്ട് വയ്ക്കാം. അപ്പോൾ നമുക്കിനി വട ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇത്രയും ബോൾസാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഇത് പരിപ്പുവട ഷേപ്പിലൊന്ന് എടുക്കാം. ഇനി നമുക്കിത് എണ്ണയിലേക്ക് ഇടാം. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ വട ഉണ്ടാക്കാൻ വേണ്ടി കടല ബോൾസൊക്കെ ഉരുട്ടിയിട്ടു. പക്ഷെ എനിക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. നിങ്ങൾ ഒരിക്കലും ഇത് പരീക്ഷിച്ച് നോക്കണ്ട. ഞാനൊരു ഉറപ്പും തരുന്നില്ല ശരിയാവുമെന്ന്. അപ്പം എന്തായാലും കണ്ടില്ലേ, അപ്പം എന്തായാലും പാളിപ്പോയ വീഡിയോ നിങ്ങൾ കാണിച്ചിട്ടിട്ടതാണ്. അപ്പോൾ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.